ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനങ്ങൾ. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. 1% പോലും സാധ്യതയില്ല. അപ്പോഴും അബ്രാഹാം ദൈവത്തിൽ ഉറച്ചു നിന്നു. എന്റെ ദൈവത്തിന് സാധിക്കും. അവിടുത്തെ സന്നിധിയിൽ അസാധ്യമായി യാതൊന്നും ഇല്ലെന്ന് അബ്രാഹാം വിശ്വസിച്ചു. അസാധ്യതകളിലേക്ക് അബ്രാഹാം നോക്കുന്നില്ല. എന്റെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തന, അവിടുന്നത് പാലിക്കും. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് തിരുവചനം. നമ്മുടെ ബോധ്യം എന്താണ്? ഇപ്പോഴും നാം ചഞ്ചലപ്പെടുകയാണോ? പരിപൂർണമായി വിശ്വസിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കട്ടെ. 1% പോലും സാധ്യത വേണ്ട. അപ്പോഴും ദൈവത്തിന് സാധിക്കും പ്രവർത്തിക്കാൻ. അവിടുന്ന് ഇല്ലായ്മയിൽ നിന്നും സർവ്വതും സൃഷ്ടിച്ചവനല്ലേ? എന്നോട് എന്റെ ദൈവം പറഞ്ഞ വചനങ്ങൾ, ഞാൻ കേട്ട ഈ തിരുവചനങ്ങൾ എന്നിൽ സംഭവിക്കും എന്ന് പരിപൂർണമായി വിശ്വസിക്കുക. എങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് നീതിയായി പരിഗണിക്കപ്പെടും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. അവിടുന്ന് കൂടെയുണ്ട്. നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.